اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى. സ്നേഹധനീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും വളർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന, പ്രമാണബദ്ധമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മൾ ചേർക്കുകയും അങ്ങനെ തന്നെ ഇഹലോകവാസം സന്തോഷകരമായി വിടവാങ്ങി പോകുന്ന വിജയികളിൽ നാം ഓരോരുത്തരെയും റഹ്മാനെ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും എല്ലാ രംഗത്തും ഉത്തമരാകാൻ, ശ്രേഷ്ഠരാകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്താറുമുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഉത്തമരായ മനുഷ്യർ, ശ്രേഷ്ഠരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ മാനദണ്ഡമായി പറഞ്ഞത് ഭൗതിക വിഭവങ്ങൾ ഒന്നുമല്ല. പക്ഷെ ചിലരെ ഉത്തമരാക്കാൻ ശ്രമിക്കാറുള്ളത് സമ്പത്തിന്റെ ഗ്രാഫ് നോക്കിയിട്ടാണ്. സമൂഹത്തിൽ അവരുടെ സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടാണ്. അതുപോലെയുള്ള പല കാര്യങ്ങളെയും മുൻനിർത്തിയിട്ടാണ് ചില ആളുകൾ ചിലരെ ഉത്തമരാണോ അല്ലയോ എന്ന് വിധിക്കാറുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് ഉത്തമരാക്കാനുള്ള, ശ്രേഷ്ഠരാക്കാനുള്ള വഴികൾ
എന്ന് കേൾക്കാനാണല്ലോ നമ്മളൊക്കെ ചുമക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉത്തമരാകാനുള്ള വഴികളിൽ ഒന്നാമതായി വേണ്ടത് അയ്യകൂന അലാ ഇബാദത്തി റബ്ബിഹി മുഖബില എന്നാണ്. ഒന്നാമതായി ശ്രേഷ്ഠരാകാൻ, ഉത്തമരാകാൻ വേണ്ട കാര്യം അല്ലാഹു അവന്റെ ദീനിൽ, അവന്റെ മതത്തിൽ പ്രമാണബദ്ധമായി പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഇബാദത്തുകളായി, ആരാധനകളായി പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ, അത് പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുള്ള ഒന്നാമത്തെ വഴി. കാരണം നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബിലേക്ക് അടുക്കാനുള്ള, അവനിലേക്കുള്ള കണ്ണി ചേർക്കാനുള്ള പ്രധാനപ്പെട്ട മേഖലയാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്. ആ ഇബാദത്തുകൾ നമ്മൾക്ക് തോന്നുമ്പോൾ ചെയ്യുക എന്നുള്ളതല്ല, അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം പരലോകം ആഗ്രഹിക്കുന്ന വിശ്വാസികളിൽ ഉണ്ടാകണമെന്നും പഠിപ്പിച്ചു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും തിരക്കുകളില്ലാതെ തന്നെ ജീവിതം സമ്പന്നമാകാനും ആഗ്രഹിക്കുന്നവരാണല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ അതിനൊരു വഴിയായി പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തിന് നീ സമയം കണ്ടെത്തുക എന്നാണ്. ഏത് നന്മകളും ഇസ്ലാമിൽ ഇബാദത്താണ്. ഇസ്ലാം പഠിപ്പിച്ച ഏത് നന്മകളും ഇസ്ലാമിൽ ഇബാദത്താണ്. അതിനുവേണ്ടി നീ സമയം കണ്ടെത്തിയാൽ ദുനിയാവ് നിന്റെ കൂടെ പോരും. നിന്റെ തിരക്കുകൾ അല്ലാഹു കുറച്ചു തരും, മനസ്സിന് സമാധാനവും ധന്യതയും തരും എന്നാണ്. നേരെ തിരിച്ചും പറഞ്ഞു, ദുനിയാവിന് വേണ്ടിയാണ് നീ സമയം മാത്രം കണ്ടെത്തുന്നതെങ്കിൽ നിന്റെ കൈകളിൽ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, പക്ഷെ നിനക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല, ദാരിദ്ര്യം നിന്നെ വിട്ടകന്ന് പോവുകയുമില്ല. ഇതിൽ ഏതിൽ പെടണമെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കളവ് പറയാത്ത പ്രവാചകനാണ്. മതപരമായി അവിടുന്ന് എന്തെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യുഹാ, അത് വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ മതപരമായി ഒന്നും അവിടുന്ന് സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രമാണ വചനമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗത്ത് കാണാം, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു. എന്തിനു വേണ്ടിയല്ലാതെ ജോലിയെടുക്കാൻ, വലിയ വലിയ അമ്പല ചുംബികളായ സൗധങ്ങൾ പണിയാൻ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാകാൻ, വേറെ ഏതെങ്കിലും ദുനിയാവിൻ്റെതായ ലിസ്റ്റുകളിൽ ഉൾപ്പെടാനെന്നല്ല, ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു പറയുകയാണ്. അത് ഏതുവരെ വേണം? ആവേശം കൂടുമ്പോൾ മാത്രം, ചില മാസങ്ങളിൽ, ചില ഇടങ്ങളിൽ ചെന്നാൽ മാത്രം ഒരു ഇബാദത്ത്, ചില ആളുകളെ കാണുമ്പോൾ മാത്രം ഒരു സൂക്ഷ്മത, ചില സ്ഥാപനങ്ങളിൽ ചെന്നാൽ മാത്രം ഒരു ശ്രദ്ധ അല്ല. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, സൂറത്തുൽ ഹിജ്റിന്റെ 99-ൽ അല്ലാഹു പറഞ്ഞ ആയത്താണ്. നിന്റെ റബ്ബിനെ നീ കണ്ടുമുട്ടുന്ന ആ മരണമാകുന്ന യാഥാർത്ഥ്യം നിന്റെ തൊണ്ടക്കുടിയിലേക്ക് എത്തുന്നത് വരെ ആ പണിയിൽ നീ വ്യാപൃതനായിക്കൊണ്ടിരിക്കണം എന്നും ഖുർആൻ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. എന്ത് വിഷയത്തിൽ നമുക്ക് മാതൃകയാണ്? പെട്ടെന്ന് ചുരുക്കാം. എന്ത് വിഷയത്തിൽ നമുക്ക് മാതൃക? നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. ആ ഹബീബായ പ്രവാചകൻ പറഞ്ഞു പോവുക മാത്രമായിരുന്നില്ല, നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, തഹജ്ജുദ് നിസ്കരിക്കണം, സ്വതക്ക കൊടുക്കണം, ദഅവാ രംഗങ്ങളിൽ നിങ്ങൾ സജീവമാകണം, ശിർക്കിന്റെ അന്ധകാരങ്ങളിൽ മുഴുകി നടക്കുന്ന, വഴിയറിയാതെ ഉഴലുന്ന ആളുകളുടെ കാതുകളിൽ തൗഹീദിന്റെ ശബ്ദം എത്തിക്കണമെന്ന് ഉഖാലയിലും മജന്നായിലും ദുൽമജാസിലും അറിയപ്പെട്ട അങ്ങാടികളിലും പറഞ്ഞു പോവുകയായിരുന്നില്ല. അത് ജീവിതത്തിൽ പച്ചയായി കാണിച്ചു തന്നു. ഉദാഹരണമായി
അവിടുത്തെ നിസ്കാരത്തെ കുറിച്ച് കാണാം. പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് കാണാം, കാലിൽ നീര് വന്ന് തടിച്ച് കെട്ടുവോളം നിന്ന് നിസ്കരിച്ചു. കേട്ട വാക്കുകളാണ് എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഉണർത്തുകയാണ്. കാലിൽ നീര് വരുവോളം അവിടുന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടുവരെ അവിടുത്തെ ജീവിത സഖിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി ചോദിച്ചില്ലേ, ഓ നബിയെ, കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്ന വല്ല കുറവുകളും ഉണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്രത്തോളം പ്രയാസപ്പെട്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി, ഈ 2026 ഈ ജൂലൈ മാസത്തെ 31-ാം തീയതിയിലെ ഈ സമയം വരെ അത് പ്രസക്തിയാണ്, നാളെയും അത് പ്രസക്തമായതാണ്. എന്താ പറഞ്ഞത്? അതേ, അഫലാ അകൂന അബ്ദൻ ശകൂറ എന്ന, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അള്ളാഹു നൽകിയ വായു, അള്ളാഹു നൽകിയ വെള്ളം, ഇത് നൽകിയത് കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് ആസ്വദിക്കാൻ സിസ്റ്റംസുകൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അതെ, ശരീരത്തിലെ ഓരോ അവയവങ്ങളും, നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു തന്നതെന്തിനാ? അവന് നന്ദി ചെയ്യാനാണ്. ആ നന്ദികളിൽപ്പെട്ട ഒന്നാണ് അവൻ പറഞ്ഞതനുസരിച്ചുകൊണ്ടുള്ള ഇബാദത്തുകളിൽ മുന്നോട്ട് പോവുക എന്നുള്ളത്. എന്താണ് ഇബാദത്തിന്റെ വിപുലമായ അർത്ഥം? എന്താണ് ഈ ആരാധന എന്ന് പറഞ്ഞാൽ അർത്ഥം? അതിന്റെ വിപുലമായ വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞ ഭാഗത്ത് കാണാം. ദൈനംദിനമായി നമുക്ക് ചെയ്യാനുള്ള കുറെ ഇബാദത്തുകളുണ്ട്. അശ്രദ്ധമായി നമ്മൾ വിട്ടുകളയുന്ന, ചിലരെങ്കിലും അത് ശ്രദ്ധയോടെ ചെയ്യുന്ന ധാരാളം നന്മകളുണ്ട്. അതാണ് ഇബാദത്തിന്റെ പൊതുവായിട്ടുള്ള അർത്ഥം. ദൈനംദിനമായി നമ്മൾ ചെയ്യുന്ന മതപരമായ കാര്യങ്ങൾ എന്തോ അതാണ് ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ. നല്ല നിയ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ കേവലം പ്രവർത്തനങ്ങൾ വരെ ഇബാദത്തായി തീരും. മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മളോട് ആവർത്തിക്കാം. ചില പ്രവർത്തനങ്ങൾ വെറും പ്രവർത്തനങ്ങളായിരിക്കും. അത് പ്രവർത്തനങ്ങൾ വെറും പ്രവർത്തനങ്ങൾ ചെയ്താല് ഇനിയിപ്പോ നീയത്തൊന്നും ഇല്ലെങ്കിലും അത് തെറ്റൊന്നുമല്ല. പക്ഷെ നീയത്ത് ചേർക്കുന്നതോടെ വെറും പ്രവർത്തനങ്ങളാകുന്ന ചില കാര്യങ്ങൾ ഇബാദത്തിന്റെ ലിസ്റ്റിലേക്ക് കയറി വരും. നീയത്ത് കൊണ്ട് ഇബാദത്താകുന്ന ചിലതുകൊണ്ട്, മതപരമായി പഠിപ്പിച്ച ചില ഇബാദത്തുകളുണ്ട്. അപ്പൊ നിസ്കാരത്തിന് ഒരാൾ നീയത്ത് വെച്ച് നിസ്കാരം ശരിയാവില്ല. എന്നൊരാൾ രാത്രി കിടന്നുറങ്ങിയാൽ ഒരു നീയത്ത് വേണോ? ഞാൻ ഉറങ്ങിടന്നുള്ള നീയത്ത് വേണോ? വേണ്ട. പക്ഷെ ആ ഉറങ്ങണ കാര്യം ഒരു നീയത്ത് ചേർക്കുന്നതിലൂടെ ഇബാദത്തായി മാറും. എങ്ങനെ? റബ്ബേ, ഞാൻ നേരത്തെ കാലത്ത് ഉറങ്ങണത് എന്തിനറിയോ? രാവിലെ എണീക്കണം. തഹജ്ജുദൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സുബഹിക്കൊക്കെ ഒന്ന് പള്ളിയിൽ പോകണം. അല്ലെങ്കിൽ നീ എന്നെ പഠിപ്പിച്ച പകലിലുള്ള ഇബാദത്തുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഊർജ്ജസ്വലമായി ചെയ്യണമെങ്കിൽ ഈ ഉറക്കം എനിക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ഉറക്കം അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ ഉറക്കത്തിന് നീ കൂലി തരണേ എന്നുള്ള നീയത്തോടെ കിടന്നാൽ അതും ഇബാദത്തായി. അപ്പൊ കിടന്നുറങ്ങിയാൽ കൂലിയാണ്, കുളിച്ചാൽ കൂലി കിട്ടും. നിർബന്ധ കുളി കിടക്കട്ടെ, അതിന് പ്രത്യേക നീയത്തോടെ. അല്ലാത്ത കുളി റബ്ബേ ശുദ്ധിയാക്കാൻ നിനക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ശുദ്ധിയാക്കാൻ വേണ്ടി ഞാൻ കുളിക്കണം. അല്ലേ? അപ്പൊ നീയത്തോട് അതും ഇബാദത്താവും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ചെറിയ നീയത്തോട്. സഹോദരിമാര്, രാവിലെ അടുക്കളയിൽ പോയാല് ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് വിശക്കുന്നവർക്ക് കൊടുക്കുന്നത് വലിയ പുണ്യമാണ്. അപ്പൊ ഒരു സഹോദരി ചിന്തിക്കേണ്ടതാണ്, ഇന്നും അടുക്കളയിൽ തന്നെ എന്ന് ചിന്തിച്ചാല് ആ പണിയെടുക്കണം. അതൊരു വെറും പണിയാണ്. എന്നാ ഓളെ നീയത്തെന്താ? അടച്ചോ, എന്റെ വീട്ടിൽ കുറച്ച് മെമ്പർമാരുണ്ട്, ഓൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള വലിയ നന്മയാണ് ചെയ്യുന്നത്. കൂലി തരണം കേട്ടോ. ആ അധ്വാനങ്ങളൊക്കെ കൂലിയാണ്, വെറും പണിയല്ല. എല്ലാം കഴിഞ്ഞിട്ട് ചില സഹോദരിമാര് പറയും പണിയില്ല, ഇടങ്ങാറല്ല, കുക്കിംഗ് അത്ര അങ്ങോട്ട് പ്രയാസമല്ല, അവസാനത്തെ പാത്രം കഴുകലാണ് ഇടങ്ങാറ്. പാത്രം കഴുകലാണ് ഇടങ്ങാറെന്ന് പറയും. അതുകൊണ്ട് നമ്മളെ കിടക്ക് വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന മനുഷ്യ എന്നൊക്കെ ചോദിക്കും അല്ലേ? അത് സഹോദരിമാര് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരു നന്നാഫത്താണ്, വൃത്തിയാക്കലാണ്. അതിന്റെ കൂലി തന്നെ, അതും കൂലിയാണ്. വീട് അടിച്ചു വാരിയ കൂലിയാണ്, വീട് തുടച്ചാൽ കൂലിയാണ്, വാഷിംഗ് മെഷീൻ ഡ്രസ് കൊണ്ടിട്ട കൂലിയാണ്. ഒക്കെ നന്മയാക്കാൻ പറ്റുന്നത്. കാരണം ഇങ്ങനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്നറിയോ? ചില ആളുകളുടെ സ്വഭാവം എന്നുള്ളത് 1-2 മാസം ഭയങ്കര സജീവമായിരിക്കും, എല്ലാം നന്മയും, പിന്നെ കുറച്ച് കാലം അവരെ കാണൂല. പ്രവാസികളെ കുറിച്ച് തന്നെ പറയണം, ചിലപ്പോൾ കണ്ടു പോയിട്ടുണ്ടാവും. അതല്ല പറയാം. നേരെ മറിച്ച് പൊതുവെ നാട്ടിലുള്ള ആളുകൾ തന്നെ നന്മയിൽ ചിലതിലൊരാവേശം,
ചിലതിൽ കാണില്ല. ഭയങ്കര സജീവിക്കും ഒരു കാര്യത്തിൽ. അങ്ങനത്തെ കുറിച്ച് പറഞ്ഞതറിയോ? സീസൺ ഭക്തിക്കാർ അള്ളാഹ് വലിയ താല്പര്യമില്ല. അള്ളാഹു അവരിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നന്മയുടെ ദാഹിമായ നന്മകളാണ്. അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ് അദ്വമഹു എന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നന്മ തുടർച്ചയായി ദായിമായിട്ട് ചെയ്യാം. നമ്മൾ കാലങ്ങളായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. എന്തോ ഒരു ഇടങ്ങോറുകൊണ്ട് കുറച്ചു ദിവസമായിട്ട് രോഗിയായി കിടന്നു. നിങ്ങൾ ആ രോഗിയായി കിടക്കുന്ന കാലത്തും നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിച്ച കൂലി കിട്ടും. കാരണം എന്താ? പൈക്കണ കാലത്ത് നിങ്ങൾ അത് ചെയ്യുന്ന പോലെയാണ്. 5 നേരം പള്ളിയിൽ പോയിരുന്ന ആളെ സുഖമില്ലാതെ കിടപ്പില്ല, പോയില്ലെങ്കിൽ കൂലി കിട്ടും. കാരണം എന്താ? പോയിരുന്ന ആളാണ്. പക്ഷെ കൈയുടെ കാലത്ത് ഒന്നും ചെയ്യാത്തവർക്ക് സുഖമില്ലാത്ത കാലത്ത് കിടന്നാൽ കിട്ടൂല. എന്തും പരലോകത്തേക്ക് വാരിക്കൂട്ടാനുള്ള ബിസിനസ്സായി കാണുന്ന ആൾക്കാരാണ് വിശ്വാസികളായ നമ്മൾ. എത്രത്തോളം നമ്മളതിൽ ശ്രദ്ധാലുക്കളാണ് എന്ന് കുറേ കാര്യങ്ങളുണ്ട്. ഖുർആൻ പാരായണമാകട്ടെ, ദിക്റുകൾക്കുള്ള സമയങ്ങൾ. എത്ര ആളുകൾ ഇന്ന് രാവിലത്തെ 18 അദ്കാർ ചൊല്ലിയ ആൾക്കാരുണ്ടാവും. 6:15 6:20 പ്രഭാതോദയം, അതിൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് നമ്മൾ അതിനായിട്ടൊരു കുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര ആൾക്കാർ ചൊല്ലിയിട്ടുണ്ടാവും? ഇങ്ങനെ ഓർമ്മപ്പെടുത്താനാണ് വെള്ളിയാഴ്ചത്തെ മിമ്പർ ഉപയോഗിക്കുന്നത്. കുറ്റപ്പെടുത്തല്ല കേട്ടോ. നമ്മളൊന്നും അല്ലാന്ന് പറയാനല്ല അത് പറയണത്. നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ സുരക്ഷയുള്ള ആൾക്കാരുകള് ചിലർക്ക് സമയമില്ല. ജോലി തിരക്കോടെ പള്ളി പോകാത്ത ആൾക്കാർ ആരാൾക്ക് ജോലി തന്നെ അറിയിക്കണം. ആ ഷട്ടറിന്റെ താഴ്ത്തിയിട്ട് ബാങ്ക് വിളിച്ച പള്ളി പോകണമെന്നുള്ള ബോധമുണ്ടെങ്കിൽ ആ ഈമാൻ നമ്മുടെ സിറാത്ത് പാലം നരകത്തിന് മേലപ്പടി കടത്തും നമ്മൾ വിചാരിക്കണ്ടോ? സുബഹിക്ക് കടന്നുറങ്ങുക പള്ളി പോവാതെ. ഓൻ ജിമ്മിൽ പോയിട്ട് ഇങ്ങനെ ഡമ്പിൾ പൊന്തിക്കുണ്ടാവും, വലിയ വലിയ കനയുള്ള സാധനം പൊന്തിക്കുണ്ടാവും, 6 പാക്ക് ഇങ്ങനെ തുറച്ചു നിൽക്കുന്നുണ്ടാവും. പക്ഷെ ആ പൊന്തിക്കാനുള്ള ശക്തി ഉണ്ടല്ലോ, അതല്ല നമുക്ക് വേണ്ടത്. അത് ഇരുന്നോട്ടെ. പക്ഷെ ആ പുതപ്പ് മാറ്റാനുള്ള ഈമാനിക പവർ ഉണ്ടോ നോക്കണം. അതില്ലേ എന്തുണ്ടായിട്ടെന്താ? അതില്ലെങ്കിൽ എന്തുണ്ടായിട്ടെന്താണ് ആലോചിക്കണം. ഐച്ഛികമായ ഒരുപാട് കർമ്മങ്ങൾ പറയുന്നുണ്ട്. ശ്രദ്ധിക്കാറുണ്ടോ? നമ്മളൊക്കെ ഫർളിൽ വരുന്ന കുറവുകൾ അല്ലാഹ് ദൂരീകരിക്കുന്നത് ഐച്ഛികമായ കർമ്മങ്ങൾ കൊണ്ടാണ്. നമ്മുടെ ഇബാദത്ത് 5 നേരത്തെ നിസ്കാരത്തില് മനുഷ്യരല്ലേ ചിന്തകട്ടയിലൊക്കെ പോയിട്ടുണ്ടാവും, കുറവുകൾ വന്നിട്ടുണ്ടാവും. അല്ലാഹ് അത് പേച്ച് വർക്കിയുടെ എന്തുണ്ടായോ? സുന്നത്ത് നിസ്കാരം കൊണ്ടാ. അതിലേക്ക് നടക്കുവോ? അപ്പൊ ഒന്നും നിസ്സാരമായി കാണണ്ട. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തികളെങ്ങാനും എണീറ്റ് വന്നാൽ ഒരൊറ്റ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയോ? വഹീയിലൂടെ അവർക്ക് പറഞ്ഞു തരാണ്, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അത്ര ദാരിദ്ര്യം അനുഭവിക്കും ഖബർ മുതലേ. എന്തിന്? പൈസക്കല്ല, നന്മകൾക്ക്. ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് ശ്രേഷ്ഠരാകാനുള്ള ഏറ്റവും നല്ല മാർഗം നൽകുന്നത് അതായത് സൃഷ്ടികൾക്ക് ഉപകാരപ്രദമായ ജീവിതം നയിക്കുന്നവരാവുക. ആർക്കും ഉപകാരമില്ലാത്ത മനുഷ്യനായിട്ട് ജീവിക്കരുത്. സ്വന്തത്തിലേക്ക് മാത്രം ചുരുങ്ങുക. തന്റെ മനുഷ്യർക്ക് തന്റെ കാര്യം, സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ ഒരു 100 ആളുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന 100 ആളുടെ പേരെടുത്താൽ റസൂൽ 1-2 വാക്കിലേക്ക് വരും. അത്ര ദരിദ്രനായിരുന്നു നമ്മുടെ നേതാവ്. പക്ഷെ ദാനം ചെയ്യുന്ന വിഷയത്തിലെ ആഞ്ഞടിക്കുന്ന കാറ്റ് പോലെയായിരുന്നു. എന്തുണ്ടായിട്ടാ? അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയോ? ഈ സത്യതയെ നമുക്കൊക്കെ എത്തിച്ചു തന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടുത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് ഹരീസുൻ ബിൽ മുഅ്മിനീൻ, നമ്മളോട് അത്യാഗ്രഹിയായിരുന്ന പ്രവാചകൻ. എന്ത്? നമ്മുടെ സമ്പത്ത് കണ്ടിട്ടല്ല, നമ്മുടെ ഭൗതിക വിഭവങ്ങൾ കണ്ടിട്ടല്ല, അതിനേക്കാൾ വലിയ ടീമുകളെ നബി അന്ന് കണ്ടിട്ടുണ്ട്. നബി എന്തിനാ അത്യാഗ്രഹിയായത്? നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചാണ് അല്ലേ? നമുക്ക് വേണ്ടി ഇപ്പൊ കുറെ ആൾക്കാരില്ലേ, ചങ്ക് ബ്ലോഗുകൾ എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ കട്ട ഫ്രണ്ട്സുകൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ആളുകളുണ്ട്. ഓരൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റിയ കരയാൻ ആൾക്കാർ ഇപ്പൊ ഉണ്ട്. ഓരൊക്കെ എപ്പ ഉണ്ടായതാ? നമ്മൾ ആരൊക്കെയോ ആയപ്പോ ഉണ്ടായതാ. എന്നാലേ നമ്മുടെ ഉപ്പാന്റെ ഉപ്പൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പേ നമ്മളെ ഓർത്ത് കരഞ്ഞ ഒരാളുണ്ട് ലോകത്ത്. അതായത് അറിയും, ഒറ്റ ആളേ ഉള്ളത്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ കരഞ്ഞത്? എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാം. അപ്പൊ അബൂബക്കർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളല്ലേ നിങ്ങളുടെ സഹോദരങ്ങൾ? അവൻ നബിതങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല, നിങ്ങൾ എന്റെ സഹാബികളാണ്, നിങ്ങൾ എന്റെ സഹാബികളാണ്.
എന്റെ സഹോദരങ്ങൾ വരാനിരിക്കുന്ന ഞാൻ അവരെ കണ്ടുമുട്ടുന്ന നാളെ ഹൗദിന്റെ സമീപത്ത് വെച്ചിട്ടാണ്. ഈ പറയപ്പെട്ട ഹൗദുൽ മൗറൂദ്, ഹൗദുൽ കൗസർ എന്ന പേരുണ്ട്. ആ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിന്നാണ് ഞാൻ അവരെ കാണുക. എന്നിട്ട് നബി കരയാണ്, അവരെ കാണാൻ പറ്റിയിരുന്നില്ല. ഇങ്ങനെ നമ്മൾ സ്നേഹിച്ച ആരാളുള്ളത് ഇല്ല. അതുകൊണ്ട് നമുക്ക് ആ നബിനെ സ്നേഹിക്കാൻ പറ്റണ്ടേ? ആ അള്ളാഹു റസൂൽ പറയാണ്, ഞാൻ റസൂൽ ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ സേവനം എന്താ? നിങ്ങള് ദീനിനെ ജീവനങ്ങളും പോയാലും മേത്തുള്ള ചോര പൊട്ടിയാലും വേദന കടിച്ചമർത്തി ജീവിക്കേണ്ടി വന്നാലും എത്രത്തോളം അറിയോ? ഞാൻ ഈ പറയുന്നത് എന്റെ സൊസൈറ്റി അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച ആളാണ് പ്രവാചകൻ. അള്ളാഹ് പറഞ്ഞു, ചിന്തിക്കാൻ പോലും പാടില്ല. ഇന്ന് ഓതിയ സൂറത്തിലുണ്ട് 6-ാമത്തെ ആയത്തിൽ. ഇന്ന് ഓതിയ കഹ്ഫിൽ 6-ാമത്തെ ആയത്തിന്റെ ആശയമാണ് ഞാൻ പറഞ്ഞത്. അതീവ ദുഃഖഭാരത്താൽ. എന്തിനാ ദുഃഖം? ഭൗതിക വിഭവങ്ങൾ ഒരിക്കുള്ള പോലെ എനിക്ക് ഉണ്ടായില്ലല്ലോ എന്നല്ല, ഞാൻ ഈ പറയുന്നത് ഒരു കേൾക്കണില്ലല്ലോ. അത്ര അതാണ് തിരസ് എന്ന് പറഞ്ഞത്, അത്യാഗ്രഹം. നമുക്കില്ല. നമുക്ക് പല ആളുകൾക്കും ആ വിഷയത്തിൽ ഒരു ആഗ്രഹം ഇല്ലാതെയായി പോയി. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? എനിക്ക് അള്ളാഹു തന്ന ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഈ സത്യാദർശം മറ്റുള്ളവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് നമുക്ക് വേണം. അത് മാത്രമല്ല, എന്ത് നല്ല കാര്യങ്ങളിലും ഖുർആൻ പറഞ്ഞെന്താ? പുണ്യത്തിലും സൂക്ഷ്മതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്നാണ്. അന്തർമുഖനായി ജീവിക്കേണ്ടവരല്ല വിശ്വാസം. നമ്മളിൽ സമൂഹത്തിന് എന്തേലും കിട്ടണം. ഓരോ അവന്റെ ഭാര്യയും പണ്ടാണ് പറഞ്ഞില്ലേ, ഭാര്യയും ഞാനും ഒരു തട്ടാനും പറഞ്ഞ പോലെ അങ്ങനെ ജീവിക്കുന്ന ആളുകളല്ല വിശ്വാസം. ഇന്ന് ആവശ്യമില്ലാത്തതൊക്കെ കയറി ഇടപെടണമെന്നല്ല. ആവശ്യമുള്ളിടത്ത് ഇടപെടുക, ഉണ്ടായിരിക്കുന്നിടത്തും ഉണ്ടായിരിക്കുക, ഇടപെട്ടിടത്ത് ഇടപെടുക. ചില സ്ഥലത്തിൽ ഏറ്റവും നല്ല മറുപടി ഉണ്ടായിരിക്കണേ, അതെന്നെ അതിനേക്കാൾ വലിയ മറുപടി ഉണ്ടാവില്ല. അത് അങ്ങനെ അരിഞ്ഞു പോയിക്കോളും. പല ദേശം പറഞ്ഞ് തീരുമാനം കഴിയും അല്ലേ? എന്ന വിശ്വാസി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അല്ലേ, എങ്ങനെയാ നിങ്ങളെ ഒരു അത്തർ കച്ചവടക്കാരനെ പോലെയാണ്. അത്ര അടുത്ത് തന്നില്ലെങ്കിലും ഈ അത് വാങ്ങിയില്ലെങ്കിലും ആ സമീപത്ത് കൂടി പോകുമ്പോൾ അതിന്റെ ഒരു സുഗന്ധം കിട്ടുമല്ലോ. അതുപോലെയാണ് വിശ്വാസികൾ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ആളായി മാറണം. ജനങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ് അത്ര? ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾ അല്ലേ? നമ്മൾ കാരണം ഒരു യത്തീമിന്റെ വാര നിറയണം. നമ്മൾ കാരണം ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലും ഡ്രസ് എത്തണം. നമ്മൾ കാരണം പാവപ്പെട്ടവന്റെ വീട്ടിലും വീട്ടുപകരണങ്ങൾ എത്തണം. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് എന്തേ പരോപകാരിയായി മാറാൻ എന്തേ വിശ്വാസികളെ നമുക്ക് കഴിയാത്തത്? നിങ്ങൾ പലരും ചോദിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ് അല്ലെ? ചോദിക്കാൻ പ്രയാസങ്ങൾ ഏറെയുണ്ട്. എന്തായാലും സഹായിക്കണേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ അവരെ അറിയുന്നുണ്ടോ? നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഞാനും നിങ്ങളും നമ്മളൊക്കെ കാണാതെ പഠിച്ച ഒരു വേള നിങ്ങൾക്ക് ഞാനത് പറഞ്ഞാൽ ഞാൻ മുമ്പ് എവിടെയോ കേട്ടതാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇതിന്റെ ഹദീസാണ്. ആരാണോ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നത്, ആകാശത്തിലുള്ളവർ അവരോട് കരുണ കാണിക്കുന്നത്. വിശ്വാസി അങ്ങനെയുള്ളവരാകണം. കേൾക്കണം. ദുനിയാവിലെ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ പ്രയാസങ്ങൾ നിങ്ങൾ കാരണം അകന്നുപോയാൽ, നിങ്ങൾ അതിനു വേണ്ടി പിന്നാലെ നടന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അതികഠിനമായ പ്രയാസം, അതിനപ്പുറത്ത് വേറെ പ്രയാസമല്ലല്ലോ. ആ പ്രയാസം അല്ലാഹു കാക്കും. എന്ത് ചെയ്താല് ദുനിയാവില് ആർക്കെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്ന ഉപകാരം ചെയ്തു കൊടുത്താൽ. കുറെ ആൾക്കാരില്ലേ, നമ്മളെന്താ പറയല്ലേ, ഞാൻ തന്നെ വലിയ പ്രയാസത്തിലാണ്, അതിനെ കഴിഞ്ഞല്ലോ, ഇനി ആർക്കൊന്നും ചെയ്യണ്ട അല്ലേ? സഹോദരങ്ങളെ, അള്ളാഹനെ മറന്ന് സംസാരിക്കരുത്, പഠിച്ചോനെ മറന്ന് സംസാരിക്കരുത്. തീർന്നില്ല. ഒരു മുഅ്സിറനെ നീ സഹായിച്ചാൽ, ഒരു പ്രയാസം അനുഭവിക്കുന്നവനെ നീ സഹായിച്ചാൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ. അർത്ഥം പറയണ്ടല്ലോ, രണ്ട് ലോകത്തും അല്ലാഹനെ സഹായിക്കണം. ആരാ പറഞ്ഞറിയോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ എന്താ ഹദീസ് അവസാനം അറിയോ? അല്ലാഹു ഫീ ഔനിൽ അബ്ദ്, ഒരാള് മറ്റൊരാളെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു പറയണം, അവന്റെ അടിമകളെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെ ലിസ്റ്റിലൊന്നും നമ്മുടെ മനസ്സിന്റെ ക്യാൻവാസിൽ ലിസ്റ്റ് വരച്ചാണെങ്കിൽ ഞാൻ കാരണം സന്തോഷത്തോടെ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഞാൻ ആർക്കാണ് ഉപകാരി? അതല്ല, ഞാനിങ്ങനെ നിസ്കരിക്കുന്നു, പോകുന്നു, എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നു, സമൂഹത്തിന് എന്നെ കൊണ്ട് എന്തുണ്ട്, ഇവരാണ് അത്ര. ഇങ്ങനെ ചിന്തിച്ച് നന്മ ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും ഹൈറായി വളർന്നത്. അറിയോ,
മസ്ജിദുൻ നബവി നിസ്കരിച്ച എത്ര പുണ്യുണ്ട് അല്ലേ? നമ്മളൊക്കെ മദീനയില് പോയി നിസ്കരിക്കുന്ന ആളുകളല്ലേ ആ പള്ളിയിൽ പോയിട്ട്. ലോകത്തെ ഉത്തമമായ പള്ളികളിൽ 2ാം സ്ഥാനല്ലേ? ആ പള്ളിയിൽ നിസ്കരിച്ചാൽ 1000 മടങ്ങ് പുണ്യുണ്ടല്ലേ? ആ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിൽ നിന്ന് നന്മകൾ ചെയ്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 1 മാസം 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നന്മ ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം പ്രയാസം അനുഭവിക്കുന്നവന്റെ കൂടെ നടന്നിട്ട് അത് തീർത്തു കൊടുക്കാൻ സഹായിക്കലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വിശ്വാസികൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണെന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. നോക്കുനിങ്ങൾ ഖദീജയെ കേൾക്കാത്താരായ കൂട്ടത്തിലുള്ളത് ആരാ? ഖദീജ ബീവി, ഹബീബായ പ്രവാചകന്റെ 1ാമത്തെ പ്രാണസഖിയായിരുന്നു അല്ലേ? അല്ലാഹു സലാം പറഞ്ഞ ദുനിയാവിലെ ഏക വനിതയാണ്. അല്ലാഹു സലാം പറഞ്ഞ, ജിബ്രീൽ സലാം പറഞ്ഞ ഏക വനിതയാണ്. ആ ഖദീജ ബീവിയിലാണ് മുത്തനബിക്ക് എല്ലാ മക്കളും പിറന്നത്. ആ ഖദീജ ബീവിക്കാകട്ടെ നബിയേക്കാൾ വയസ്സ് കൂടുതലായിരുന്നു. ആ ഖദീജ ബീവി വഫാത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓർമ്മകൾ മങ്ങാത്ത സ്നേഹം ആഴത്തിൽ ടച്ച് ചെയ്ത് നൽകിയ സഖിയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി പോയിട്ട് നബി ക്ഷമിച്ചിട്ടില്ലേ? ക്ഷമിച്ചിട്ടുണ്ട്. അത് പറയാനല്ല പറഞ്ഞത്. ഖദീജ ബീവിയുടെ സാന്ത്വനങ്ങളിൽ അറിയപ്പെട്ട ഒന്നാണ് ഹിറാ ഗുഹയുടെ മുകളിൽ നിന്ന് ജമ്മിലൂനി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പുതപ്പിട്ട് മൂടു ഖദീജ. എന്നിട്ട് പ്രവാചകൻ വന്ന് കിടന്നപ്പോ പുതപ്പെടുത്ത് കൊടുക്കല്ല ചെയ്ത്, പുതപ്പെടുത്ത് കൊണ്ടുപോയി പുതച്ചു കൊടുത്തിട്ട് അടുത്തണിയിക്കുകയും ചെയ്തു. ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കോട്ട കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ പുതപ്പ് ചോദിച്ചപ്പോ പുതച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അടുത്തിരുന്നിട്ട് റസൂലുള്ളാഹിന്റെ മുടിയിഴകൾക്കുള്ളിൽ കൈകൾ പ്രവേശിച്ചിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, കല്ലാ വല്ലാഹു ലാ യുഹ്സിക അല്ലാഹു അബദാ. സഹോദരിമാരെ, എങ്ങനെ സമാധാനിപ്പിക്കാൻ നമ്മളെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് കഴിഞ്ഞാല് ഓരിങ്ങളിൽ കൽപ്പ് പറിച്ച് സ്നേഹിക്കും. ഇപ്പൊ ഇങ്ങനെ ഈ 2-3 ചക്രം മുട്ടി വണ്ടി പോണെന്തോണ്ടാ ഈ പരിഗണന അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതായി പോയി. ക്ഷമിക്കണം, ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഇതെല്ലാവരിലും സ്നേഹത്തിന്റെ പടിയിറങ്ങിക്കൊണ്ടിരിക്കും. ഒക്കെ വ്യക്തികളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് എന്റെ അവകാശങ്ങൾ കിട്ടണം അല്ലേ? എന്നാൽ മറ്റുള്ളവരിൽ പഠിപ്പിക്കപ്പെട്ട അവകാശങ്ങളിലോ ശ്രദ്ധയുമില്ല. എന്താ പറഞ്ഞത്? സങ്കടപ്പെടേണ്ട, അല്ലാഹു നിങ്ങളെ കൈവിടിയില്ല. ആ മലന്റെ മേലെ ഓടി വന്ന സങ്കടങ്ങളൊക്കെ അവിടെ പടിയിറങ്ങി. എന്നിട്ട് എന്താ പറഞ്ഞോ? കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു. പാവങ്ങളെ സഹായിക്കുന്നവരാകുന്നു താങ്കൾ. റസൂലുള്ളാഹിന്റെ ക്വാളിറ്റി ആയിട്ട് ഖദീജ പറഞ്ഞിട്ട് നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാണ്. ആരോടായി പറയണേ? മക്കയിലെ തന്നെ പാവപ്പെട്ടവരാ പറയുന്നത്. ഒരു പാവപ്പെട്ട ആള് പാവപ്പെട്ടവരെ സഹായിക്കുക. റസൂലുള്ളാഹിന്റെ സിഫത്തായിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയോ, ജനങ്ങൾക്കും അതായത് അഖീഖ് എന്ന അദ്ദേഹത്തിന്റെ പേര്. കഴിഞ്ഞ ആഴ്ച 10 സഹാബികളെ സ്വർഗ്ഗവാസികളെ കുറിച്ച് പറഞ്ഞില്ലേ? അഖീഖ് മോചിപ്പിച്ചവനാണ്. എത്രയോ സ്വഹാബികളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ആളാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഇത് നന്മയാണ്. സ്വഹാബികളിൽപ്പെട്ട ചില ആളുകൾ വഫാത്തായി പോയപ്പോൾ ചരിത്രത്തിൽ കാണാൻ പറ്റും, ചില വീടുകൾ ഒന്നടങ്കം പട്ടിണിയായി. ആരും അറിയാതെ ഷോൾഡറുകളിൽ വലിയ വലിയ ഈന്തപ്പന ചാക്കുകൾ കൊണ്ടുപോയി വിതരണം ചെയ്തിരുന്ന സഹാബിമാരുടെ ചരിത്രമുണ്ട്. നിങ്ങൾ കേൾക്കണം. എന്നിട്ട് ആ സഹാബിനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ ഷോൾഡറിന്റെ വലതു ഭാഗത്ത് തഴമ്പ് വന്നിട്ടുണ്ട്. ആ തഴമ്പ് എങ്ങനെയാണെന്നറിയ? മദീനയിലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടാണ്. ആരും അറിഞ്ഞിരുന്നില്ല. എപ്പോഴറിഞ്ഞത്? ഇയാൾ കാലയവരെക്കുള്ളിൽ മറിഞ്ഞു പോയപ്പോ കുറെ ആൾക്കാർ പട്ടിണി കിടക്കാൻ തുടങ്ങി. പറഞ്ഞു ഇയാളായിരുന്നു അതിന്റെ പിന്നിലെന്ന്. ഇതാണ് സഹാബി. അതുകൊണ്ടാണ് ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തിലില്ലെങ്കിലും മറ്റുള്ളവരെ പരിഗണിച്ചവർ. അതാണ് അല്ലേ? അബൂ തൽഹത്തുൽ അൻസാരി ഇരിക്കുന്ന സദസ്സിൽ മസ്ജിദ് നബവിയിൽ ഒരു ചോദ്യം. ഇന്നെനിക്ക് 2 അതിഥികളുണ്ട്, ആരും പരിഗണിക്കും? മുത്തനബി ഇത് ചോദിക്കുമ്പോൾ മുമ്പിലുള്ളവരൊക്കെ പട്ടിണി പാവങ്ങളാണ്. പക്ഷെ അബൂ തൽഹ എണീറ്റെന്ന് പറഞ്ഞു, അദ്ദേഹം പട്ടിണി പാവമാണ്. നബിയെ ഞാൻ ഏറ്റെടുത്തത്. വേഗം വീട്ടിൽ ചെന്നിട്ടേ ഭാര്യ മുസ്ലിമിനോട് പറയുമ്പോൾ എന്താ ഉള്ളത്? അബൂ തൽഹക്ക് അറിയാം എന്താ ഉള്ളത്, എന്നാലും ചോദിക്കണം. അപ്പൊ മുസ്ലിം പറഞ്ഞെന്തറിയോ? നിങ്ങൾക്കറിയാലോ, നമ്മളെ 2 കുട്ടികൾക്ക് തിന്നാനുള്ള ഫുഡുണ്ട്, നമ്മക്കൊന്നും ഫുഡില്ല, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ അബൂ തൽഹ പറഞ്ഞെന്തറിയോ? 2 അതിഥികളുണ്ട്, ആ കുട്ടികൾക്കൊന്നും ഫുഡ് കൊടുക്കണ്ട, ഓൾക്ക് കൊടുക്കാനുള്ള ഫുഡ് അതിഥികൾക്ക് കൊടുക്കുക. അപ്പൊ ഓല് വരുമ്പോ നമ്മൾ തിന്നാതെ കണ്ടാലോ? വിളക്കിന്റെ വെളിച്ചത്തിൽ ഓല ഇരുത്തുക, നമ്മൾ ഇട്ടത്തപ്പുറത്ത് പ്ലേറ്റ് മുമ്പിൽ വെച്ചിരിക്കുക, തിന്നുന്ന പോലെ കാണിക്കുക. കുട്ടികളെ നേരത്തെ ഉറക്കിക്കോ, ഓൾക്കൊന്ന് ഫുഡ് കൊടുക്കണ്ട.
പറയാൻ അവകാശമുണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അല്ലാഹു അക്ബർ. അവിടെയാണ് ഖുർആൻ പറഞ്ഞത് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തിൽ ഇല്ലെങ്കിലും മറ്റുള്ളവരെ പരിഗണിച്ചവർ. ഇന്നത് നാട് നീങ്ങിയില്ലേ? നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ, എത്രയാളുകൾ നമ്മുടെ സഹായത്തിന് ജീവിക്കുന്നു. ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ. ഉത്തമരാകാൻ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ സഹായങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. തവക്കുൽ ബോധം വേണം, പ്രതീക്ഷ വേണം. അല്ലാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. മൂന്നാമത്തെ കാര്യമായി പറഞ്ഞത്, ആളുകൾ നമ്മുടെ കൈകളിൽ നിന്ന് സുരക്ഷിതരാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. ഉത്തമരാകാനുള്ള മൂന്നാമത്തെ വഴി. ബാക്കിയുള്ള ഞാൻ പെട്ടെന്ന് ചുരുക്കുകയാണ്, ഒരു 5 മിനിറ്റോട് ചുരുക്കും, വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ കൈകളിൽ നിന്ന് ആരും ഉപദ്രവം അനുഭവിക്കുന്നില്ല. നമ്മുടെ നാവ് കൊണ്ട് ആരും സമൂഹത്തിൽ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നില്ല. ഞാൻ കാരണം ഒരാൾ കണ്ണീര് കുടിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ ഒരു വിശ്വാസം കഴിയണം. നമ്മുടെ നാവിൽ നിന്നും കൈകളിൽ നിന്നും സമൂഹം സുരക്ഷിതമാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖറു ഖൗമുൻ മിൻ ഖൗമിൻ അസാ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉ മിൻ നിസാ അസാ യകുന ഖൈറൻ മിൻഹുന്ന വലാ തൻബിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. എന്താ അതിന്റെ അർത്ഥം? സൂറത്ത് ഹുജറാത്തിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ കളിയാക്കരുത്. ഒരു ജനവിഭാഗം പെണ്ണുങ്ങൾ മറ്റൊരു ജനവിഭാഗം പെണ്ണുങ്ങളെ കളിയാക്കരുത്. നിങ്ങൾ കളിയാക്കുന്ന ജനവിഭാഗം നിങ്ങളെക്കാൾ നിങ്ങളെക്കാൾ ഹൈറായവരായിരിക്കണം. ഇരട്ട പേര് വെച്ച് കളിയാക്കരുത്. തമാശക്കാണെങ്കിലും ചില ആൾക്കാർ വലിയ മുത്തക്കികളും ഒക്കെ ആയിരിക്കും, പക്ഷെ വാക്കുകൊണ്ട് കളിയാക്കുക. എന്താ അവിടെ കിട്ടും? എനിക്ക് മനസ്സിലാവില്ല. സഹോദരങ്ങളെ, നമ്മുടെ സംസാരം കൊണ്ട് ഒരാൾ മനസ്സ് വേദനിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു യഥാർത്ഥ വിശ്വാസി തന്റെ കയ്യിൽ നിന്നും തന്റെ നാവിൽ നിന്നും രക്ഷപ്പെട്ടവനാണ്. ഇനി എത്ര ആളുകളെ കരങ്ങൾ കൊണ്ട് എത്ര ആളുകൾ കണ്ണീര് കുടിക്കും. എത്ര ആളുകളെ നാവുകൾ കൊണ്ട് എത്ര ബന്ധങ്ങൾ അറുത്തു കുറിച്ചു. ആലോചിച്ചു നോക്കണം. എന്നിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? സ്വർഗം. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ സുന്നത്തിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. നിനക്ക് നല്ലതൊന്നും പറയാല്ലേ, ഫല്യഖുൽ ഖൈറ, നീ മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോ, നല്ലതൊന്നും പറയല്ലേ. സഹോദരങ്ങൾ, ഉപദ്രവകാരികളായിട്ട് നമ്മൾ മാറാൻ പാടില്ല എന്ന് പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ മയ്യമ്മല്ലി മാ ബൈന ലഹിയൈ വമാ ബൈന റിജ്ലൈ അദ്മന ലഹുൽ ജന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ എന്താ പറഞ്ഞത്? 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും 2 കാലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയത്തെയും അഹിതമായ മാർഗത്തിൽ നിങ്ങൾ ഉപയോഗിക്കില്ല, യൂസ് ചെയ്യില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ അദ്മന ലഹുൽ ജന്ന, സ്വർഗത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. പല ആളുകളും ലൈംഗിക രംഗത്ത് പരാജിതരാണ്. കുടുംബജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ പോലും ലൈംഗിക രംഗം പരാജയപ്പെട്ട് ജീവിക്കുന്നവർ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും കൂടുതൽ വിയർക്കേണ്ട രംഗായത് മാറും. ശ്രദ്ധിച്ചോളൂ. യുവാക്കളോട് ഞാൻ പറയണേ, ആ ഒരു മോഹവും ആഗ്രഹവും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹിതരാകുക. വിവാഹിതരായിട്ടും അത്തരം തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലേ? നിന്റെ ഈമാനെ അടിമുടി ഓപ്പറേഷൻ ചെയ്യണം. നല്ലോണം ആലോചിച്ചു. പിന്നെ നാവാണ്, 2 താടികൾക്കിടയിലുള്ള നാവാണ്. ആ നാവിനെയും നിങ്ങൾ എനിക്ക് സൂക്ഷിക്കുമെന്ന് വാക്ക് തരിക. ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ഉള്ളത്, അല്ലേ? കളവുകൾ പറയാനും പ്രചരിപ്പിക്കാനും പണ്ടത്തെക്കാളും എളുപ്പമാണ്. 200 300 എത്ര ആളുകൾ ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. എത്ര ആളാണെങ്കിലും ഒരു കളവള കൊണ്ടുപോയിട്ടു നമുക്കത് കളവാണെന്ന് ബോധ്യം ഉണ്ടാവില്ല, പക്ഷേ അതിന്റെ കൃത്യത നമുക്കറിയില്ല. കൊണ്ടേയിട്ടു അത് അപ്പോഴേക്ക് എവിടെ എത്തുന്ന പറയുന്നത്? സത്യം ചെരുപ്പിടുമ്പോഴേക്ക് കളവ് ലോകം ചുറ്റി വരുന്ന പണ്ടനാണ് പറഞ്ഞത്. ശരിയാ, അതിപ്പോ യാഥാർത്ഥ്യമായിട്ടില്ല. അതുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നമ്മളെ തൗഹീദുള്ള ആളുകൾക്ക് വരാൻ സൂക്ഷ്മതല്ല. എന്തൊക്കെയാണെന്ന് അറിയാം. ഒരു ഗ്രൂപ്പിൽ കൊടുത്തില്ല
ഇതെവിടുന്ന കിട്ടിയേച്ച് കൊടുക്കുന്ന ഖുർആനിലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഒരു കള്ളൻ, ഒരു കപടൻ ഒരു ന്യൂസുമായിട്ട് വന്നാൽ വ്യക്തമായി അന്വേഷിക്കാതെ സ്പ്രെഡ് ചെയ്യല്ല. വലിയ ഖേദത്തിന് അത് കാരണമായി തീരും. ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഈ 2026 ഫിറ്റാണ്. സൂറത്ത് ഹുജറാത്തിലായതാണ്. അതുകൊണ്ട് കളവുകൾ പ്രചരിപ്പിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുക, കളിയാക്കുക, ഇതൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. പിന്നെ പറഞ്ഞെന്താ അറിയോ? 4-മത്തത് അയൽവാസികൾക്ക് ശല്യമാകാതിരിക്കുക. അല്ലേ? അയൽവാസികൾക്ക് ശല്യമാകാതിരിക്കുക. എത്ര ആളുകളാണ് അയൽപ്പക്കാരുടെ മിണ്ടാതെ ജീവിക്കുന്നത്? നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടാവും പേരില്, മണങ്ങനെ പോവപ്പുറത്തേക്ക്, അല്ലേ? ഉണ്ടാവില്ല. സഹാബികളോട് പറഞ്ഞെന്താണ്? നിന്റെ കറി കുറച്ചങ്ങോട്ട് ലൂസായാലും വേണ്ടില്ല, കുറുമീന് കുറച്ചങ്ങോട്ട് ലൂസിലേക്ക് പോയാലും വേണ്ടില്ല, കുറച്ച് വെള്ളം ചേർത്തിട്ടെങ്കിലും നിന്റെ അയൽപ്പക്കാരനെ പരിഗണിക്കണം എന്ന് പറഞ്ഞ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകൾക്ക് ഈമാനുണ്ട് നിങ്ങൾക്കറിയോ? നമ്മുടെ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് അയൽവാസികൾ തീരുമാനിക്കാൻ പറ്റും. ആള് കൊള്ളൂല എന്ന് പറഞ്ഞാലേ ഇവിടെ വന്ന് നിസ്കരിച്ചൊന്നും കാര്യം കേട്ടോ. 40 വീടിന്റെ പരിധി പറഞ്ഞിട്ടുണ്ട് അയൽവാസികൾ. 40 വേണ്ട, ഒരു 4-5 വീടെങ്കിലും. എന്നിട്ട് 2 ആള് പൊക്കത്തിന് മതിലുണ്ടാക്കിയിട്ടാണ് ഒതുങ്ങുകയാണ്. ഇതിൽ ബന്ധമല്ല. നമ്മുടെ നെഞ്ചുവേദന വന്ന് മറിഞ്ഞു വീണ് ആദ്യം ഓടി വരേണ്ടത് പോലെ കുടുംബക്കാരൊക്കെ ചിലപ്പോൾ അപ്പുറത്തപ്പുറത്തൊക്കെ കയറും. അത് ഓർക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ, അനന്തരാവകാശ സ്വത്ത് കൊടുക്കേണ്ടി വരുമോ അയൽവാസികൾക്ക് എന്ന് വരെ എനിക്ക് തോന്നിപ്പോകുമാറ് അയൽവാസികളുടെ ഫദലിനെ കുറിച്ച് എന്നോട് പറഞ്ഞു തോന്നാം. നല്ല അയൽവാസി, നല്ലൊരു വീട് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട പറഞ്ഞു തരും. നല്ല അയൽവാസിയെ തിരഞ്ഞെടുത്തോളുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നാട് വിട്ടു പോകുമ്പോഴേ, വീട് വിറ്റു പോണ സമയത്ത് നാട്ടുകാർ പറഞ്ഞെന്താണ്? നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ നല്ലൊരു അയൽവാസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തെന്ന് അറിയോ? മുസ്ലിമീങ്ങളായ വീട്, മുസ്ലിമീങ്ങളായ അയൽവാസി ഉണ്ടെങ്കിൽ, ഇപ്പുറത്തെ വീട് വാങ്ങണ്ടെങ്കിൽ ആ വീടിന്റെ ഉടമസ്ഥൻ എന്താ പറയാ? എനിക്ക് നല്ലൊരു അയൽവാസി ഉണ്ട്, അതിന്റെ പൈസ കൂടി കിട്ടണം. കാരണം ആ സ്നേഹം എന്തോന്നേക്ക് നഷ്ടപ്പെടാൻ പോണ. ഈ സ്ഥലത്തിന്റെയും പറമ്പിന്റെയും വീടിന്റെയും മാത്രം പോരാ, അയൽവാസി മുസ്ലിമാണ്, ആ സ്നേഹം എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ പൈസ കൂടി തരണം. ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്, അല്ലേ? കുറച്ച് ഇടങ്ങേറുള്ള അയൽവാസിന്റെ പറമ്പിന്റെ കയ്യിൽ 10,000 കുറച്ചൊന്നും വേണ്ടില്ല, ഇതെടുത്തോന്നാ പറയാ. ഇന്ന് അങ്ങനെ മാറിയിട്ടുണ്ട് കാലം. അയൽവാസി നമ്മുടെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നത് എത്രയോ ആയത്തും ഹദീസും ആ വിഷയത്തിലും. അവസാനത്തത് മരണത്തിന് വേണ്ടി എപ്പോഴും തയ്യാറെടുക്കുക എന്നാണ്. ഇതാ ജുമാ കഴിഞ്ഞ് വീട്ടിലെത്തൂല തന്നെ ഉറപ്പിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുമ്പോ ഈ അടുത്ത നിസ്കാരത്തിന്റെ കാണൂല എന്നുള്ള നിസ്കരിച്ചിരുന്നത്. എന്ത് നിസ്കരിക്കുമ്പോ സഹാബികൾ പറയാണ്, നബി എന്താ അസർക്ക് അവിടെ പരിസരത്തൊന്നുമില്ലേ എന്ന് തോന്നിപ്പോകുമാറുന്ന നിസ്കാരം. നമ്മുടെ പല ആളുകളുടെ നിസ്കാരം അല്ലെ, ഒളിഞ്ഞ അസർ പിന്നെ നിസ്കരിക്കുമായിരിക്കും, കാരണം കുറച്ച് ഇപ്പുറത്തെ സ്പീഡിലൂടെ നിസ്കരിക്കുന്നത് എന്ന് തോന്നിപ്പോകുമാറുന്ന നിസ്കാരങ്ങളാണ്, അല്ലെ? സഹോദരങ്ങളെ, മാറി ചിന്തിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലേക്ക് ഒരു ചെറിയ ക്ലാസ്സിന് വേണ്ടി പോയപ്പോ ഉസ്താദെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൽ ഒരു ലിസ്റ്റ് എന്താ? ഉമർ സാഹിബിന്റെ മകൻ 22 വയസ്സുകാരൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു, ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. പിന്നാണ് ഒരു വേള കബറിൽ കിടക്കുന്ന മയ്യത്ത് ആ ശരീരത്തിൽ ഒന്നും ബാധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അത്ര ദിവസങ്ങളെ ആയിട്ട് 22 വയസ്സുകാരൻ കുട്ടി മരണപ്പെട്ടു, അല്ലേ? മരണപ്പെടുന്നവരിൽ കുട്ടികളൊന്നും മുതിർന്നവരൊന്നും വ്യത്യാസമില്ല. പ്രാർത്ഥിക്കാൻ പറയണ കുടുംബം. അതുകൊണ്ട് എപ്പോഴും ഒരു വിശ്വാസം, അതിനുവേണ്ടി എപ്പോഴും തയ്യാറാണെന്ന് പറഞ്ഞാല് ചോറില്ല, കഞ്ഞില്ല, ജോലിയില്ല, കുളിയില്ല, കുളിയില്ല എന്ന് നിങ്ങൾ നടക്കല്ല. പിന്നെയോ അത് വരുന്ന ഉറപ്പാണല്ലോ. മഹാനായ ഹസൻ അൽ ബസ്രിയുടെ വാക്കുകൂടി കേൾപ്പിച്ച് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഹസൻ അൽ ബസ്രി താബിഈയാണ്. അദ്ദേഹം പറയാണ്, വരുമെന്ന് ഉറപ്പുള്ള വിഷയമാണ് മരണം. പക്ഷെ ജനങ്ങളുടെ ജീവിതം കണ്ടാലോ അത് വരൂല എന്ന് തോന്നിപ്പോവുക. അല്ലാത്ത വാക്കാണ്. നമ്മൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മരണത്തോട് കൂടി തുടങ്ങുന്ന ഒരു ലോകമുണ്ട്, പുതിയ അനുഭവങ്ങളുടെ, പുതിയ യാഥാർത്ഥ്യങ്ങളുടെ ഒരു ലോകം. ആ ലോകത്ത് നമുക്ക് സന്തോഷത്തോടെ കിടക്കണം. അന്ന് അവിടെ ഓഫീസുകളില്ല, അന്ന് അവിടെ ബിസിനസ്സുകളില്ല, അന്ന് അവിടെ തിരക്കുകളില്ല, അന്ന് അവിടെ ട്രാവലിങ്ങുകളില്ല. അന്ന് നമ്മൾ സ്വസ്ഥമായി കിടന്നുറങ്ങുകയാണ്. എന്ത് ചെയ്താൽ നന്മ ചെയ്താൽ, തിന്മയാണോ നരകത്തിന്റെ അഗ്നിജ്വാലകളുടെ കഥക് തുറന്ന് നരകത്തിന്റെ സമൂഹം
ആവികളുടെ നരകത്തിലേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും ഭീകരമായ രോഗമാണ് ഖബർ എന്ന് പറഞ്ഞു തന്നയാളാണ് നമ്മുടെ നേതാവ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഞാൻ കണ്ടതൊക്കെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ അല്പം മാത്രമേ ചിരിക്കുള്ളൂ, ധാരാളം കരയുമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ കണ്ടത് നബിയെ? അവിടുന്ന് പറഞ്ഞു, ഈ രണ്ട് ലോകം. സഹോദരങ്ങളെ, കൂടുതൽ വിനയത്തോടെ നമുക്ക് മടങ്ങാം. അതിന് സമൂഹത്തിൽ നടക്കുന്ന മരണങ്ങൾ നമ്മൾക്കൊരു പുനർവിചിന്തനമാകണം. ഖബറിന്റെ സമീപത്ത് എന്താണ് നിങ്ങൾ ഇടക്കിടക്ക് സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? മരണത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്. ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാം, കുടുംബക്കാരുടെ ഖബർ സിയാറത്ത് ചെയ്യാം, വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി തിരക്കുകൾക്കിടയിൽ. പ്രിയപ്പെട്ടവരെ, ആസാം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്തിൽ നമുക്കറിയാം, പല ആളുകളും പലതും പറയുന്നു. മുസ്ലിങ്ങൾക്ക് പല തീരുമാനങ്ങൾ എടുക്കുന്ന നാടാണ് ഒക്കെ. അതൊക്കെ നമുക്ക് ആ രാഷ്ട്രീയ ചിന്താഗതികളും താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവിടെ കുറെ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യർക്ക് പല ആളുകൾക്കും വീടുകളില്ല. പല ആളുകളുടെയും ആയിഷത്തായ നാൽക്കാലികൾ ഒലിച്ചുപോയ കാഴ്ചകൾ അവർ കണ്ടു. മയ്യത്തുകൾ ചെളിവെള്ളത്തിൽ കിടക്കുന്നത് കണ്ടു. 50-ലധികം ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട് അവിടെ മഴയാണ്, അല്ലെ? നോക്കൂ നിങ്ങൾ, ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി കരകവിഞ്ഞൊഴുകി ആ നാട് വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അത് ഇടയ്ക്കിടക്കത് ആ നാടുകളിൽ കടന്നു വരാറുണ്ട് എന്നാണ് നമുക്കൊക്കെ നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും മനുഷ്യരാണ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയോ? അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്താല് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പ്രയാസം വരില്ല. അതിനുവേണ്ടി ആരും പ്രാർത്ഥിക്കും? മലക്കുകൾ പ്രാർത്ഥിക്കണം. ഹദീസിലുണ്ട്, അല്ലാഹു ആ നാട്ടുകാർക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം എന്താണോ അതിൽ നിന്ന് അല്ലാഹു അവർക്ക് അറുതി നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ ആരാണോ ആ നഷ്ടപ്പെട്ട ശേഷിച്ച കുടുംബക്കാർക്ക് അല്ലാഹു ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള, സഹനത്തിനുള്ള ശേഷി അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മുടെ ഈ ചുനാടിനെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനിയൊരു ചൂരൽമല ദുരന്തം ഈ വർഷം ഇല്ലാതിരിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. അല്ലാഹു എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ മഴക്കാലത്ത് റോഡ് മാർഗം സഞ്ചരിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം അപകട സാധ്യതകൾ കൂടുതലാണ് എന്ന് നമ്മുടെ നിയമപാലകരും മറ്റുമൊക്കെ നമ്മൾക്ക് നിൽക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. ശ്രദ്ധയോടുകൂടി ജീവൻ അത് വിലപ്പെട്ടതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി എതിരെ വരുന്നവരും അവരുടെ കുടുംബത്തിന് വേണ്ടി യാത്രകൾ ചെയ്യുന്നവരാകാം. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വാഹനം ഇടിച്ചൊരു ഞരമ്പ് പൊട്ടിയാൽ നമ്മൾക്ക് നരകം ഉറപ്പിക്കേണ്ടത് മതിയാകും. അതുകൊണ്ട് ശ്രദ്ധയോടെ യാത്ര ചെയ്യണം. എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ, ചെറിയ കുട്ടികളടക്കമുള്ള ഒരുപാട് ആളുകൾ, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ ഇത്തരം മഹിതമായ മിമ്പറുകളിൽ നിന്ന് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഓരോ ആളുകളെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എന്തെല്ലാം രോഗത്തോടു കൂടി ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ അവർക്കെല്ലാം അല്ലാഹു പരിപൂർണമായ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളെയും എല്ലാവിധ പരീക്ഷണങ്ങളെയും എല്ലാവിധ ദുരന്തങ്ങളെയും അല്ലാഹു നമ്മിൽ നിന്ന് തട്ടിയകറ്റുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, നമ്മൾക്ക് ദീന് പകർന്നു നൽകിയ പണ്ഡിതന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മാനുഷികമായി നമ്മിലൊക്കെ വന്നുപോയ തെറ്റുകുറ്റങ്ങളും ചാബല്യങ്ങളും കുറവുകളും റഹ്മാനും റഹീമുമായ റബ്ബ് മരണത്തിന് മുന്നേ നമുക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മരണസമയത്ത് സ്വർഗത്തിൽ വിശ്വാസികളുടെ മക്കളത് കണ്ട് മരിക്കുന്ന വിജയികളിലാണ് വിശ്വാസികൾ ഉണ്ടാവുക എന്ന് പറയപ്പെട്ടു. അവരുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കപ്പെട്ടു. അല്ലാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. ഒരുപാട് ഫിത്നകളിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ ദൈവനിരാസത്തിലേക്ക് കടന്നു പോകുന്നവരുടെ എണ്ണം കൂടുന്നു, ലിബറൽവാദികളുടെ എണ്ണം കൂടുന്നു, ഫെമിനിസ്റ്റുകളുടെ എണ്ണം കൂടുന്നു. അതിന്റെ അപ്പുറത്ത് ലഹരിയുടെ ലോകം, മറുഭാഗത്ത് തവിട്ടകൾ കാട്ടി നമ്മുടെ മക്കളെ വാടി വിളിക്കുന്നു, സമൂഹത്തെ വാടി വിളിക്കുന്നു. അതുപോലെ ഒട്ടനവധി ഫിത്നകൾ വേറെയുമുണ്ട്. നമ്മൾ ജീവിക്കുന്നതാകട്ടെ ഒരു കൊച്ചു ഈമാനിന്റെ ഫലത്തിലാണ്. എല്ലാ ഫിത്നകളിൽ നിന്നും, എല്ലാ ദ്രഷ്ടകൾ കാട്ടി നിൽക്കുന്ന കുഴപ്പങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇടകളിൽ നിന്നും മക്കളിൽ നിന്നും അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജോലി രംഗത്ത് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, കടഭാരത്തിൽ പെട്ടുപോയി സമാധാനം നഷ്ടപ്പെട്ട കുറെ ആളുകൾ പ്രാർത്ഥിക്കണേ എന്ന് പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ പ്രത്യേകം ആവശ്യപ്പെടാത്തവരും ആവശ്യമുണ്ടാകാം. നമ്മുടെ ജോലിയിലും നമ്മുടെ സമ്പത്തിലും
ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത കടക്കണികളിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.